മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചത് പ്രഹസനമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. കൊടകര ജംഗ്ഷന്റെ പ്രധാന സെന്ററുകളിലൊന്നായ കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിറയെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പ്ലാസ്റ്റിക് കവറുകൾ, പേപ്പറുകൾ, തുണികൾ, കോഴിവേസ്റ്റ് തുടങ്ങി നിരവധി മാലിന്യങ്ങളാണ് മേൽപ്പാലത്തിന് താഴെ കിടക്കുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. കൂടാതെ മാലിന്യങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കവറുകളും മേഖലയിൽ കാണുന്നുണ്ട്. ഇതൊന്നും നീക്കം ചെയ്യാതെയാണ് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്ത നടപടിയിലും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് INTUC ജില്ലാ സെക്രട്ടറി MK ഷൈൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് VR രഞ്ജിത്ത് എന്നിവർ ചേർന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. കേരള സർക്കാരിൻ്റെ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി കേരളം മാലിന്യ വിമുക്തമാക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊടകര പഞ്ചായത്തും മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. കഴിഞ്ഞ 30-ാം തീയതി കൊടകര സമ്പൂർണ്ണ മാലിന്യ മുക്തമായി അല്ലെങ്കിൽ മാലിന്യങ്ങളെല്ലാം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം വരെ നടത്തുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്ഥിതികളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കൊടകരയുടെ ഹൃദയഭാഗത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ മാലിന്യ കുമ്പാരങ്ങളാണ്. ഇതൊന്നും മാറ്റാതെയാണ് പഞ്ചായത്ത് ഭരിക്കുന്ന LDF സംവിധാനം കൊടകര മാലിന്യം വിമുക്തമാക്കി എന്ന് പറയുന്നത്.